എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. ഇന്ന് നമ്മൾ പാലക്കാട് നിന്ന് പഴനിയിലേക്ക് ഒരു യാത്ര പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഈ കിടക്കുന്ന ട്രെയിനിലാട്ടോ നമുക്ക് പോകേണ്ടത്. സമയം ഏകദേശം 3 മണി ആവുന്നുള്ളൂ. 4:10 നമ്മൾ ട്രെയിൻ പോകുന്നത്. 4:10 എടുക്കുന്ന ഈ വണ്ടി ഏകദേശം ഒരു 6:45 ആകുമ്പോൾ പഴനിയിലെത്തും. നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും കേട്ടോ. എന്നിട്ട് നാളെ മൊത്തം നമ്മൾ പഴനിയൊക്കെ ഒന്ന് കറങ്ങി കാണും. അതിൻ്റെ വീഡിയോ അടുത്തൊരു എപ്പിസോഡായിട്ട് കിട്ടും വരുന്നത്. അപ്പോൾ അത് ഏകദേശം 3:30 ആവാറായി. നമ്മുടെ വണ്ടി 4:10 ആകുമ്പോഴേക്കും ഇവിടുന്ന് എടുക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ ഓൾറെഡി നിലമ്പൂരിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത്. നിലമ്പൂരിൽ നിന്ന് പഴനി വരെ ചാർജ് വരുന്നത് 90 രൂപയാണ്. നമ്മുടെ വണ്ടിയിലേക്ക് ഇതാ ആൾക്കാരൊക്കെ ഏകദേശം കയറി തുടങ്ങി കേട്ടോ. ഡോറൊക്കെ ഓപ്പൺ ആവുന്നുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 4:10 വരെ ടൈമുണ്ട്. നമുക്ക് സീറ്റ് വേണമെന്നൊന്നുമില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറേ യാത്ര വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് 2 സൈഡിലായിട്ട് നിന്ന് പോവാം. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര വരുന്നുണ്ട് കേട്ടോ ഈ പഴനിയിലോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തോട്ട് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് പാലക്കാട് നിന്ന് നിലമ്പൂർ ഭാഗത്തോട്ട് പോയിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. തമിഴ്നാട് ഭാഗത്തോട്ട് ട്രെയിനിൽ പോയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ. എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഏതൊക്കെ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് കാണാം ഏതൊക്കെ വണ്ടിയൊക്കെ വരുന്നുണ്ട്. അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് നല്ല ഹൈറ്റിൽ നല്ല മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് പോയി നോക്കാം കേട്ടോ. സമയം ഏകദേശം 4 മണിക്ക് ആവാറായിട്ടോ. നമ്മുടെ ട്രെയിൻ ഇത് എടുക്കാറായിട്ടുണ്ട്. ആൾക്കാരൊക്കെ കയറി ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇരിക്കാനെന്നുള്ള പരിപാടിയില്ല. നമുക്ക് സൈഡിൽ എവിടെയെങ്കിലും നിൽക്കാം. എന്തായാലും നമുക്ക് ട്രെയിനകത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഞാൻ ട്രെയിനകത്തേക്ക് കയറി കേട്ടോ. നല്ല തിരക്കാണ് ഇതിനകത്ത്. രക്ഷയില്ലാത്ത തിരക്കാണ്. ഇതിലുള്ളവർ മൊത്തം പഴനി ഭാഗത്തോട്ടുള്ളവരാട്ടോ. നമ്മുടെ ഷൊർണൂർ ഭാഗത്തു നിന്ന് കയറി ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അത് കണ്ടില്ലേ, ഈ ഒരു ഭാഗമൊക്കെ മൊത്തം ക്ലീനായി കിടക്കുന്ന. ഇവിടെ നിന്ന് തീരെ ആൾക്കാരില്ല കേട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട മലയൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മൊത്തം പാറയെന്ന് തോന്നിട്ടത്. അപ്പോൾ എന്തായാലും നമുക്കൊരു 10-15 മിനിറ്റ് കൂടെ നമുക്ക് ട്രെയിൻ എടുക്കാൻ സമയമുണ്ട്. ഇങ്ങനെ കറക്റ്റ് 4:10 ആയപ്പോഴേക്കും നമ്മുടെ വണ്ടി പാലക്കാട് വിട്ടു കേട്ടോ. പാലക്കാട് ടൗൺ സ്റ്റേഷൻ വിട്ടു കേട്ടോ. സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു. ഇവിടെ നിന്ന് അധികം നേരെ സ്റ്റോപ്പ് വരുന്നില്ല കേട്ടോ. നമുക്ക് ഇവിടെ ട്രെയിനൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് നല്ല തിരക്കായിട്ടിപ്പോൾ. ഒരു രക്ഷയില്ലാത്ത തിരക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
കൊല്ലങ്കോടും പുതുനഗരമൊക്കെ കഴിഞ്ഞ് നമ്മൾ മീനാക്ഷിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. നമുക്കിനി സ്റ്റോപ്പ് വരുന്നത് പൊള്ളാച്ചിയിലാണ്. ഇതുണ്ടല്ലോ അടിപൊളി കേട്ടോ ഒന്ന് കാണാൻ. മീനാക്ഷിപുരം റെയിൽവേ സ്റ്റേഷന് അടുത്തെത്താറായി. ഇവിടെ നിന്ന് സ്റ്റോപ്പ് വരുന്നില്ല കേട്ടോ നമുക്ക്. സ്റ്റേഷനിലെത്തി കേട്ടോ. എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു 10 മിനിറ്റ് ടൈം വരുന്നുണ്ട് കേട്ടോ നമുക്ക്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷൻ വരുന്നത് ഉദുമൽപേട്ടയാണ്. പിന്നെ നമ്മൾ പഴനി. നമ്മളങ്ങനെ പൊള്ളാച്ചി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അത്യാവശ്യം നല്ല ആൾക്കാർ കയറാനുണ്ട് തോന്നുന്നു കേട്ടോ. ചെന്നൈയിലോട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും ഇവിടുന്ന്. കറക്റ്റ് 6:15 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പഴനിയിലെത്തിട്ടോ. ഇവിടെ കാണാം നമുക്ക്. അതുപോലെ നമ്മൾ വന്ന വണ്ടി ഇതാ കിടക്കുന്ന കേട്ടോ. വേറെ ഏതൊരു വണ്ടിയൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണം. നല്ല തിരക്കുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഈ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് കുതിരവണ്ടികളും അതുപോലെ ടാക്സികളും ഒരുപാട് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അതെടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകട്ടെ. ഏകദേശം 2 കിലോമീറ്ററിൻ്റെ ഇവിടുന്ന് ഈ പഴനി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് നമ്മളെന്തായാലും നടന്നു പോകാൻ കേട്ടോ പ്ലാന്. നടന്നു പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് നമ്മൾ നാളെ ആയിരിക്കും പഴനി ക്ഷേത്രമൊക്കെ കാണുന്നത്. അപ്പോൾ പഴനി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെ കാഴ്ചകളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളിവിടെ എവിടെയെങ്കിലുമൊക്കെ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് റൂം നോക്കാം കേട്ടോ. ഇത് ഒരു വണ്ടി കേട്ടോ കാണുന്നത്. ഫുള്ളാണ്. ഇതൊരു വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാട്ടെന്ന്. അങ്ങനെ നമ്മൾ ഒരു റൂം എടുത്തിട്ടോ. ഇവിടെ ഈ കാണുന്നതാണ് ഹോട്ടലിൻ്റെ 1ാമത്തെ നില. നമ്മുടെ റൂം വരുന്നത് ഈ ഒരു ഭാഗത്താട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ റൂം 203. അപ്പോൾ എന്താണ് അകത്ത അവസ്ഥ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളെടുത്ത റൂമാട്ടെ കാണുന്നത്. വലിയ കുഴപ്പമില്ലാത്ത റൂമാണ്. 500 രൂപ കേട്ടോ വാടക. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ ഈ പഴനിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണും. അതാണ് നമ്മുടെ പ്ലാന്.
അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാലക്കാട് നിന്ന് പഴനിയിലോട്ട് വരുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പഴനിയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.